നിങ്ങളെൻ്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്ന ഷോർട്സിൽ പലതിലും ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളുടെ ഫോട്ടോസാണ്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾ കാണുന്നവർ കരുതുന്ന കാര്യം എന്തായിരിക്കും? ഞാനാണെങ്കിൽ ഞാൻ കരുതുന്നത് എന്തായിരിക്കും? ഓക്കെ, ഈ കുട്ടി ഒന്നെങ്കിൽ നല്ല സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര റിച്ചാണ്, അല്ലെങ്കിൽ ട്രിപ്സ് സ്പോൺസേർഡ് ആണ്. പക്ഷെ ഇത് മൂന്നുമല്ല. ഹായ്, ഞാൻ അലീന. ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്ന ഷോർട്സിനുള്ള വ്യൂസ് കിട്ടിയതിനുള്ള ഉത്തരമാണ് ഞാനിന്ന് തരുന്നത്. എന്താണെന്നറിയോ, ഞാനും ഇതേപോലെ യാത്രകൾ എന്നും മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു കാലഘട്ടം വരെയും യാത്ര പൈസക്കാർക്കുള്ളതാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഇടയായിട്ട് ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ യാത്ര ചെയ്തത് നിങ്ങൾക്ക് കണ്ടറിയാം. കേരളത്തിലെ ആലപ്പുഴ, ചേർത്തല, പിന്നെ കൊച്ചി, തൃശ്ശൂർ, പാലക്കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മൈസൂർ, ബാംഗ്ലൂർ, അല്ലാതെ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ, ചൈന, അങ്ങനെ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഒന്നുമില്ല. എനിക്ക് കിട്ടുന്ന പരിമിതമായ ഇൻകത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കും ഇത് ഭാവിയിൽ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം ഞാൻ എങ്ങനെയാണ് യാത്രയ്ക്കായിട്ട് പണം കണ്ടെത്തുന്നത് എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. ഞാൻ എങ്ങനെയാണ് യാത്രയ്ക്ക് പണം കണ്ടെത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഫുൾ ടൈം ജോലിയുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് ആ ഫുൾ ടൈം ജോലി ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു. ആ ഫുൾ ടൈം ജോലി എന്ന് പറയുന്നത് ഒരു 9 to 5 ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു. പാർട്ട് ടൈം ജോലി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ ട്യൂഷൻസ് ആണ്. അപ്പോൾ എൻ്റെ ഫുൾ ടൈം ജോലിയിൽ എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോടികളോ ലക്ഷങ്ങളോ ഒന്നുമില്ല. എന്തിന് 60,000 80,000 പോലും ഇല്ലായിരുന്നു. വളരെ കുറഞ്ഞൊരു തുകയായിരുന്നു. അപ്പോൾ ആ തുക എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തിന് മാത്രം തികയുന്ന ഒരു എമൗണ്ട് ഓഫ് പൈസ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സോ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കല്യാണത്തിനൊക്കെ മുന്നേ സോളോ ആയിട്ട് കുറച്ച് ട്രിപ്സൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ അതിന് പൈസ വേണമല്ലോ. അപ്പം ഞാൻ അതിന് കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ എനിക്കൊരു പാർട്ട് ടൈം ഇൻകമായിട്ട് ഞാൻ കണ്ടെത്തിയതായിരുന്നു എനിക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ നിന്ന് നെറ്റ് റീചാർജ് ചെയ്യുന്ന പൈസ ഒഴികെ മാക്സിമം ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സേവ് ചെയ്യുന്ന പൈസ വെച്ചിട്ട് 3-4 മാസം കൂടുമ്പോഴാണ് ഞാൻ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനൊരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വുമനാണ്. സോ എങ്ങനെ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം അങ്ങനെയാണ് അല്ലേ. സോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സോളോ ട്രാവലിങ്ങിൽ. പക്ഷേ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് മാറി മാറി വരികയാണ്. കാരണം നമ്മൾ പല സ്ഥലത്തും പല സമയത്തും ഒറ്റയ്ക്ക് പോകേണ്ടി വരും, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പേടീനെ മറികടന്നിട്ടാണ് ഞാൻ ഓരോ യാത്രയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു 3-4 മാസം എടുക്കും ഒരു ട്രാവൽ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ഒരു 3-4 മാസത്തിനിടെ ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്യും. അതായത് ഏതായിരിക്കും ബെസ്റ്റ് സ്റ്റേ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേസ്, അതിൽ തന്നെ കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റേ ഡോർമെട്രീസ് ഒക്കെ ആയിരുന്നു. ഷീ സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോർമെട്രീസ് ഉണ്ടായിരുന്നു, പീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ ആകുമ്പം നമ്മുടെ ചുറ്റും പെൺകുട്ടികളാണല്ലോ, പിന്നെ നമുക്ക് അത്രയും പേടിക്കാനില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റുന്ന സേഫസ്റ്റ് ഓപ്ഷൻസ്. അതിന് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യും, ഗൂഗിൾ സെർച്ച് ചെയ്യും. അങ്ങനെ ഈ 3-4 മാസം ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സോളോ ട്രിപ്സ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ചുറ്റുപാടിനെ കുറിച്ച് എപ്പോഴും ഒരു ബോധം ഉണ്ടാവണം. നമ്മുടെ സുരക്ഷ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, യാത്ര എന്നെ പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം യാത്രകൾ എന്നെ പഠിപ്പിച്ച ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ പോയിൻ്റ് ഔട്ടഡ് അല്ല. അപ്പം നമുക്ക് യാത്ര ചെയ്തൊരു സ്ഥലം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, നമുക്കൊരു പുതിയ സ്ഥലത്ത് പോയി പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പം
ബാംഗ്ലൂർ പോയ സമയത്ത് പല സമയത്ത് എനിക്ക് വഴി തെറ്റിയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ വഴി തെറ്റിയ ഒരു സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മറ്റേ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ലൊക്കേഷനൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഞാനത് നേരിട്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് എനിക്കുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ട്രാവൽ ട്രിപ്സ്. അപ്പം ഞാൻ ഒരുപാട് നീട്ടുന്നൊന്നും ഇല്ല കേട്ടോ. ഇന്നും എനിക്ക് വഴി തെറ്റാറുണ്ട്, ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാത്രമേ ഞാൻ കുറച്ചേക്കുന്നത് ട്രാവൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചെറിയൊരു ട്രിപ്പ് പോലും നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര റിലാക്സേഷൻ, ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊന്നല്ലേ ഉള്ളൂ. അത് ആസ്വദിക്കാൻ നമ്മളൊരു ഇന്നതെല്ലാം റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം പെർഫെക്റ്റ് ആവട്ടെ എന്ന് ആലോചിച്ചിരുന്നാൽ ചിലപ്പം നമുക്ക് പറ്റിയെന്നില്ല. സോ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ചെറിയ ഇൻകം ആണെങ്കിലും അത് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം അത്രയും ചെറിയ ഇൻകം എന്ന ചെറിയ ട്രാവലിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. ഇപ്പോഴും ചെറിയ ട്രാവൽസാണ്, ഇൻ്റർനാഷണൽ ട്രിപ്സൊന്നുമല്ല. പക്ഷെ എനിക്കത് സന്തോഷം തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു ചെറിയ ഫാമിലി ആയിട്ട് അങ്ങ് തുടങ്ങി വളർന്ന് വലുതാവും അല്ലേ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ സൺഡേ 11 മണിക്ക് ഞാൻ എപ്പോഴും ഉണ്ടാവും. എല്ലാ സൺഡേസും ഒന്നും പറ്റില്ലെങ്കിൽ എല്ലാ സൺഡേസും 11 മണിക്ക് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അതിന് ഇടയിൽ ഞാൻ ഷോർട്സുമായിട്ട് നിങ്ങളുടെ കൂടി ഉണ്ടാവും. ഓക്കെ, ബൈ.